ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ വരാനിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാനിരിക്കെ ടീമുകളെല്ലാം ശക്തമായ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന സീസൺ മുന്നിൽ കണ്ട് ടീമുകളിൽ അഴിച്ചുപണി നടത്താനും മികച്ച താരങ്ങളെ ഒപ്പം കൂട്ടാനും ഇതിനോടകം താരങ്ങൾ ചരടുവലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിംഗ് പടിയിറങ്ങിയിട്ടുണ്ട്. പകരക്കാരനായി ആര് എത്തുമെന്നത് വലിയ ചോദ്യമായിട്ടുണ്ട്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വീരേന്ദർ സെവാഗ് ഡൽഹിയുടെ പരിശീലകൻ ആകുമെന്നാണ് വിവരം. നേരത്തെ തന്നെ പരിശീലകനാവാനുള്ള താൽപര്യം സെവാഗ് വ്യക്തമാക്കിയതാണ്. പഞ്ചാബ് കിങ്സിന്റെ പരിശീലകനാവുകയും ചെയ്തു. എന്നാൽ തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ വന്നതോടെ സെവാഗിന്റെ പരിശീലക സീറ്റ് തെറിച്ചു. ഇപ്പോൾ ഡൽഹിയുടെ പരിശീലക സ്ഥാനത്തേക്ക് സെവാഗിനെ പരിഗണിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ട് എത്തുന്നത്. സെവാഗ് നേരത്തെ ഡൽഹിക്കായി കളിക്കുകയും ടീമിനെ നയിക്കുകയും ചെയ്ത താരമാണ്. ഒരു കാലത്ത് ഡൽഹി ടീമിന്റെ ഐക്കൺ താരമായിരുന്നു സെവാഗ്. അതുകൊണ്ട് തന്നെ സെവാഗിനെ പരിശീലക സ്ഥാനത്തേക്ക് പരീക്ഷിക്കാൻ ഡൽഹി ടീം മാനേജ്മെന്റ് തയ്യാറെടുക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. സെവാഗ് പരിശീലകനായാൽ ടീമിലേക്ക് കൂടുതൽ ആരാധകരെ അടുപ്പിക്കാനാകുമെന്ന് ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. വിരമിച്ചെങ്കിലും ഇപ്പോഴും വലിയ ആരാധക പിന്തുണ സെവാഗിനുണ്ട്. ഇത് ടീമിന് ഗുണം ചെയ്തേക്കും. സെവാഗ് എത്തിയാൽ ടീമിലേക്ക് വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായ കൂടുതൽ താരങ്ങളെ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് സെവാഗിൻ്റേത്. സെവാഗിന് കീഴിലെത്തുന്ന ടീമും ഇതേ വെടിക്കെട്ട് ശൈലിയിലേക്കെത്താൻ അദ്ദേഹം ആഗ്രഹിക്കും. നിലവിലെ ഡൽഹി ടീം ഏകദിന ടീമിനെ പോലെയാണ്. കടന്നാക്രമിക്കാനും ധൈര്യത്തോടെ റൺസ് ഉയർത്താനും കെൽപ്പുള്ള താരങ്ങൾ ടീമിലില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സെവാഗ് എത്തിയാൽ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് പ്രതീക്ഷിക്കാം. പൃഥ്വി ഷാ, ഋഷഭ് പന്ത്, മിച്ചൽ മാർഷ്, അക്ഷർ പട്ടേൽ എന്നിവരെ ടീമിൽ നിലനിർത്തിയേക്കും. മറ്റുള്ള താരങ്ങളെയെല്ലാം ഡൽഹി ഒഴിവാക്കാനാണ് സാധ്യത. സെവാഗ് വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരെയാകും നോട്ടമിടുക. നിക്കോളാസ് പുരാനെ പോലെയുള്ള ചെറിയ കാമിയോ കൊണ്ട് പോലും മത്സരത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന താരങ്ങളെ ആകും സെവാഗ് നോട്ടമിടുക. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടാൽ സെവാഗ് താരത്തെ സ്വന്തമാക്കാൻ ഇടപെട്ടേക്കും. ഡൽഹിക്കാരനായ സെവാഗ് പരിശീലകൻ എന്ന നിലയിൽ വലിയ വളർച്ച ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ്. ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനമടക്കം സെവാഗ് നോട്ടമിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ പരിശീലക സ്ഥാനം സെവാഗ് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് ഉറപ്പ്. എന്നാൽ അത്ര വലിയ തന്ത്രശാലിയായ പരിശീലകനല്ല സെവാഗ് എന്നാണ് അദ്ദേഹത്തിന്റെ മുൻ പ്രകടനങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. പഞ്ചാബ് കിങ്സിന്റെ പരിശീലകനായി സെവാഗ് എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും മികച്ചൊരു ടീമിനെ സൃഷ്ടിക്കാൻ പോലും സെവാഗിനായില്ല. താരങ്ങളിൽ പോരാട്ട വീര്യം ഉയർത്താനും ആത്മവിശ്വാസം നിറയ്ക്കാനും പരിശീലകൻ എന്ന നിലയിൽ സെവാഗിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ പരിശീലകനാകുമ്പോൾ സെവാഗിന് കാര്യങ്ങൾ എളുപ്പമല്ല. പ്രഥമ സീസൺ മുതൽ പല ഇതിഹാസങ്ങളും കളിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടും ഡൽഹിക്ക് കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ല. ടീമിലെ അനാവശ്യമായ അഴിച്ചുപണികളും ശ്രേയസ് അയ്യരെ മാറ്റി ഋഷഭ് പന്തിനെ ക്യാപ്റ്റനാക്കിയതടക്കമുള്ള മണ്ടത്തരങ്ങളുമെല്ലാം ഡൽഹിയെ പിന്നോട്ടടിച്ചു. അവസാന സീസണിലും ടീം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്തായാലും സെവാഗ് പരിശീലക സ്ഥാനത്തേക്ക് എത്തിയാൽ ഡൽഹിക്ക് കന്നി കിരീടത്തിലേക്ക് എത്താനാവുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടതാണ്.